രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ അതിജീവിതയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഗർഭഛിദ്രം മരുന്നെത്തിച്ചത് രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് എന്ന മൊഴി. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്നെത്തിച്ചതായി യുവതി മൊഴി നൽകി. അഞ്ജു ജയപ്രകാശ് നൽകും വിവരങ്ങൾ. അഞ്ജു, ഒടുവിൽ രാഹുലിന്റെ ആ സുഹൃത്തിനെ കണ്ടെത്തിയിരിക്കുന്നു. ഇയാളിപ്പോൾ എവിടെയാണെന്നാണ് ലഭിക്കുന്ന വിവരം? എന്താണ് പുതിയ വിശദാംശം? ുമായി ബന്ധപ്പെട്ട ഒരു സുഹൃത്താണെന്നാണ് നേരത്തെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പേരുൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ടാണ് മൊഴി നൽകിയിരിക്കുന്നത്. മൊഴിയുടെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഗർഭചിത്രം നടത്താൻ വേണ്ടി മരുന്ന് ഗുളികയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് എങ്ങനെ എത്തിച്ചു, എങ്ങനെയാണ് മരുന്ന് എത്തിച്ചത് എന്ന വഴിയാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ജോബി ജോസഫ് വഴിയാണ് മരുന്ന് എത്തിച്ചതെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട സ്വദേശിയാണ് ഈ ജോബി ജോസഫ്. രാഹുലിന്റെ അടുത്ത സുഹൃത്തും ആണ്. ഈ ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെയാണ് ഈ മരുന്ന് എത്തിച്ചതെന്നും യുവതി ഇപ്പോൾ അന്വേഷണ സംഘത്തോട് മൊഴി നൽകിയിട്ടുണ്ട്. വലിയ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഏത് തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മൊഴിയിലെ വിവരങ്ങൾ വായിച്ച ഏതൊരാൾക്കും എന്തൊരു നേതാവാണ് ഇത് എന്നല്ല, എന്തൊരു മനുഷ്യനാണ് ഇത് എന്ന ചോദ്യം ഉന്നയിക്കാൻ തോന്നും. മാത്രമല്ല മെഡിക്കൽ രേഖകൾ ഇതിനൊക്കെ തെളിവായിട്ട് പെൺകുട്ടി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ആണ് ചുമത്തിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ചിത്രത്തിന് വിധേയമാക്കിയതും ഒപ്പം തന്നെ വധഭീഷണി മുഴക്കിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടായിരുന്നത്. വിശ്വാസവഞ്ചന ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തിയിട്ടുണ്ട്. അതിലാണിപ്പോൾ ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉണ്ട് എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നത്. ഇത് ചെറിയ തരത്തിലുള്ള ഒരു പരാതിയോ ഒരു വിവരങ്ങളോ അല്ല, വലിയ ഗുരുതരമായിട്ടുള്ള പരാതിയും ആരോപണങ്ങളുമാണ്. ഒരു മാസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഓഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ ഓഡിയോ വിവരങ്ങളും മറ്റ് ചാറ്റ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഈ അതിജീവിത നൽകിയിട്ടുണ്ട്. കുഞ്ഞുണ്ടായാൽ രാഷ്ട്രീയ ഭാവി തന്നെ തകരും എന്നടക്കം ഈ പ്രതി രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ മരുന്ന് കഴിച്ചത് വീഡിയോ കോൾ വിളിച്ചിട്ടാണ്. രാഹുലിനെ വീഡിയോ കോൾ വിളിച്ചാണ് ഈ മരുന്ന് ഉൾപ്പെടെ കഴിച്ചിട്ടുള്ളത് എന്ന വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. നിർബന്ധിച്ചാണ് രാഹുൽ ഈ മരുന്ന് തന്നെ കൊണ്ട് കഴിപ്പിച്ചതെന്നും പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. 5 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പാണ്. 20 പേജോളം നീണ്ട മൊഴിപ്പകർപ്പാണുള്ളത്. അതിലെ വിവരങ്ങളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്നത്. നേരത്തെ നമ്മൾ പുറത്തുവിട്ട ഓഡിയോ സന്ദേശങ്ങളിലെ സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് പെൺകുട്ടി ഈ ഗർഭചിത്രത്തിന് മരുന്ന് ബംഗളൂരുവിൽ നിന്ന് എത്തിച്ചു നൽകിയ രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് ആണെന്നാണ് കണ്ടെത്തൽ. പത്തനംതിട്ട സ്വദേശിയും രാഹുലിന്റെ അടുത്ത സുഹൃത്തുമാണ് ഈ ജോബി. ഇയാളെയാണ് ഇനി കണ്ടെത്താനുള്ളത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. രാഹുലിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട്. അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.